വരുന്നേ. എത്തിക്കൊണ്ടിരിക്കുന്നതാണോ? നല്ല ലെവലാണല്ലോ, നല്ല ഫിറ്റാണല്ലോ. ചേട്ടാ അടിക്കുമ്പോ 5 6 അടിക്കാവും. ഇല്ലേ ഇതാണ്ട് ഇതുപോലെ മുണ്ടും പൊതിയൊന്നും. അതെ, ഞാൻ ഉറങ്ങുമ്പോ ഓ, ഞങ്ങളാരും ഉറങ്ങാത്തവരാണല്ലോ. ഞാനും വണ്ടി ഓടിച്ച് സുഖമായിട്ട് ഉറങ്ങി തന്നെയാണല്ലോ വന്ന്. എന്നിട്ട് എനിക്ക് മുണ്ടും തുണി ഉണ്ടല്ലോ. എന്റെ നാക്ക് ചൊറിഞ്ഞു വരുന്നു. വാളടിക്കാൻ വേണ്ടിയാ. എന്നെ പിടിച്ചോ. അതെ, ഞാൻ ബ്രേക്ക് ചെയ്തെന്നുള്ള സത്യമാണ്. പക്ഷെ അവളാണ് എന്റെ പുറകെ കൊണ്ടിരിച്ചത്. അവളാണ് എന്റെ ഏതോ ഒരവള്. എന്റെ കർത്താവ്, ഏതെങ്കിലും ഒരു അവള് ഒന്ന് കാര്യമായിട്ട് ഇടിച്ചാ എനിക്ക് അങ്ങനെ ഉരുണ്ട വീടിന്റെ തിണ്ണ എഴുന്നിട്ടാണോ മുണ്ടും തുണിയില്ല ആളുകളെ ആയിരിക്കില്ല. ഞാനും ഇങ്ങനത്തെ ഗുഡ് മോർണിംഗ് ഡോക്ടർ. ഗുഡ് മോർണിംഗ്. എന്താ ദേവികറാണി, ഡ്യൂട്ടി ഒക്കെ കഴിഞ്ഞോ? നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു, കഴിഞ്ഞു. വല്ലപ്പോഴുള്ള ഈ നൈറ്റ് ഡ്യൂട്ടി നല്ലതാ. മൊത്തത്തിലുള്ള ഈ ഹെവി ബ്യൂട്ടി ഒന്ന് സ്ലിം ബ്യൂട്ടി ആയി കിട്ടും. ഇനി എന്നാണ് ഡേ ഡ്യൂട്ടി? മറ്റന്നാൾ. അയ്യോ, അന്ന് എനിക്ക് ഓഫ് ഡ്യൂട്ടി ആണല്ലോ. നഴ്സിന് നൈറ്റ് ഡ്യൂട്ടി ഉള്ളപ്പോ എനിക്ക് ഡേ ഡ്യൂട്ടി, നഴ്സിന് ഡേ ഡ്യൂട്ടി ഉള്ളപ്പോ എനിക്ക് ഓഫ് ഡ്യൂട്ടി, അങ്ങനെ മൊത്തത്തിൽ ക്രോസ് ഡ്യൂട്ടി. ഇനി നഴ്സിന് ഡേ ഡ്യൂട്ടി കഴിഞ്ഞ് നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് ടോട്ടൽ ഡ്യൂട്ടിയും കഴിഞ്ഞ് എന്നാണ് നമ്മൾ ഒരുമിച്ചൊന്ന് നോ ഡ്യൂട്ടി ആകുന്നത്? You are a naughty duty doctor. Bye. Bye. എന്താ രാവിലെ തന്നെ നേഴ്സുമായിട്ടൊരു ശൃംഗാരം? അയ്യോ, ഞാന് അവക്കൊരു ഓയിന്റ്മെന്റ് പുരട്ടി കൊടുക്കായിരുന്നു. അല്ല, പറഞ്ഞു കൊടുക്കായിരുന്നു. വിറ്റ്ഫീൽഡ് അവക്ക് ഒരു ചെറിയ ക്രിമികടി, അല്ല പുഴുക്കടി. ഓ, പുഴുക്കടി. എനിക്കെല്ലാം മനസ്സിലായി. ഞാൻ ഈ അവസാനം വരെ കാത്തിരിക്കുന്ന വെറുതെയാവും. നിങ്ങൾ ആ ദേവിയാരാണെ തന്നെ കെട്ടും. എന്താ സുബ്ബു ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? സുബ്ബമ്മാളുടെ മൂത്ത 3 അമ്മാളുമാര് കെട്ടിപ്പോകുന്നവരെ എനിക്ക് കാത്തിരിക്കാമെങ്കിൽ ഇനി 2 ചേച്ചിമാർ കൂടി വേണ്ടി എനിക്ക് കാത്തിരിക്കാം. ഈ അയ്യര് കെട്ടുന്നെങ്കിൽ അത് സുബ്ബമ്മാളിനെ മാത്രമായിരിക്കും. ഉറപ്പാണ്. ഇനി മേലെ ആ നേഴ്സുമായിട്ട് സംസാരിക്കാൻ പാടില്ല. അത്രേ ഉള്ളോ? എന്റെ അമ്മ ശീമാട്ടി അമ്മയാണ് സത്യം. ആ നേഴ്സിനെ ഈ കണ്ണുകൊണ്ട് പോലും ഞാൻ നോക്കൂല. പിന്നെ നമുക്ക് ക്യാൻറ്റീനിൽ വെച്ച് കാണാം. ആ, ഞാൻ അത്താന് സ്പെഷ്യൽ തൈര് സാധം പറഞ്ഞു വെച്ചിട്ടുണ്ട്. ചെവക്ക് വേണ്ടി കാത്തിരിക്കുന്നതിനേക്കാളും നല്ലത് പല പഴനിയിലും പോയി തല മുട്ട അടിക്കുന്നതാ. എന്റെ മുരുക. എന്നെ വിളിച്ചോ? ഇല്ല മുരുക, എന്റെ മുരുക. അയ്യോ, ഇനി ആനി പറഞ്ഞത് പാറക്കുട്ടിയെ കുറിച്ച് തന്നെ ആണെങ്കിലോ? എങ്ങനെ ഒന്ന് വിളിക്കുക? ഒന്ന് വിളിച്ചു നോക്കിയാലോ? എന്ത് പറയും? വേണ്ട. ഇത്രയും പറഞ്ഞിട്ടും മനസ്സിലായില്ലേ? അതോ ഇല്ലെന്ന് അഭിനയിക്കാണോ? അതിന് വ്യക്തമായിട്ടൊന്നും പറഞ്ഞില്ലല്ലോ. ഫോണിലൂടെ കടിച്ചു തിന്നാനൊന്നും പോണില്ലല്ലോ. ഏതായാലും വിളിക്കാം. ഇങ്ങോട്ടും വിളിക്കാമല്ലോ. ഹലോ. അല്ല, സ്വകാര്യ വേള. മനുഷ്യൻ ഭ്രാന്ത് പിടിച്ചിരിക്കുമ്പോഴാ സമയം. ഇപ്പോഴത്തെ കാലത്ത് പെണ്ണുങ്ങൾ വേണ്ടേ മുൻകൈ എടുക്കാൻ? എനിക്കിഷ്ടമാണെന്നങ്ങ് പറയും. എന്ത് ചെയ്യും? ഹലോ ഹലോ സർ, ആനിയ. എന്താ ആനി? സർ, പാർക്കുട്ടി. പാറക്കുട്ടിക്ക് പറ എന്താ പാറക്കുട്ടിക്ക്? അല്ല, ഞാൻ ഹോസ്പിറ്റലിൽ വിളിച്ചിരുന്നു. ഷീസ് ഓൾ റൈറ്റ്. ഞാനും ഹോസ്പിറ്റലിൽ വിളിച്ചിരുന്നു. ഷീസ് ഓൾ റൈറ്റ്. അല്ല, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ പറ എന്താ? ആരോ വന്നിരിക്കുന്നു. ഒന്ന് ഹോൾഡ് ചെയ്യണേ, ഞാനിപ്പോ വരാം. ഹലോ, റോങ് നമ്പർ. താനത് കട്ട് ചെയ്തോ? തന്നോട് ആര് പറഞ്ഞത് കട്ട് ചെയ്യാൻ? റോങ് നമ്പർ. ഞാൻ ഒരു ജീവൻ മരണ പ്രശ്നം സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. തനിക്കറിയാം എത്ര കാലം കൊണ്ടുള്ള ജീവൻ മരണ പ്രശ്നമാണെന്ന്? അതിന് ആശുപത്രിയിൽ നിന്ന് വന്ന ഫോണല്ലേ? രോഗികൾക്ക് മാത്രമല്ല ഡോക്ടർമാർക്കും ജീവൻ മരണ പ്രശ്നങ്ങൾ ഉണ്ടറിയോ? ഇത് ജീവൻ മരണ പ്രശ്നമൊന്നുമല്ല, വെറുതെ തനിക്കെങ്ങനെ അറിയാം? ഇത് ഊഹിക്കാമല്ലോ.
ഹലോ. ഇവിടെ തന്നെ ഇന്ന് ഞാൻ വേണ്ട, ഇനി ആണുങ്ങളെ മുൻകൈ എടുത്താ മതി. ഞാൻ പാർത്തതിലെ അവൾ ഒരുത്തി. ഇതെത്ര നാളായി തുടങ്ങിയിട്ട്? കുറച്ചു നാളായി. രോഗം അക്യൂട്ട് ആകാനുള്ള സമയമേ ആയിട്ടുള്ളൂ എങ്കിലും ക്രോണിക് ആയ സ്ഥിതിക്ക് ഇതിന് വെച്ചോണ്ടിരുന്നാ പറ്റില്ല, ചികിത്സിക്കണം. താനൊരു മരുന്ന് പറഞ്ഞാടോ? ഒരു മരുന്ന് ആദ്യം ഇങ്ങോട്ട് എടുക്ക്, എന്നാ മറുമരുന്ന് പറഞ്ഞുതരാം. എന്നാ, തനിക്ക് വേണ്ടേ? താങ്ക് യു. വേണ്ട. എടോ, താൻ തന്റെ ഡോക്ടർ സുബ്ബമ്മാളിനോട് ഇതെങ്ങനെ അവതരിപ്പിച്ച്? அது வந்து கண்ணா, சின்ன வயசா இருக்கும் போது 1ஆம் கிளாஸ்ல பள்ளி மிட்டாய், கப்பலண்டி மிட்டாய், அணிகுண்டு, ஐஸ்டிக் அதெல்லாம் வாங்கி கொடுத்தது. MBBSக்கு படிச்சிட்டு இருக்கும் போது திருநெல்வேலி அல்வா, லட்டு, சிலேபி அதெல்லாம் வாங்கி கொடுத்தா சுப்பு குண்டாய் போச்சு. அதெல்லாம் ஒரு டைப். അതെല്ലാം വേണ്ട. പിന്നെ റോയ് ഐഡിയ. അതേക്കോ ഇപ്പടി ഒന്നുമില്ല, ഹാർട്ട് സൗണ്ട്സില് എന്തോ ഒരു ഇറഗുലാരിറ്റി പോലെ. എനി ഡൗട്ട്സ്? നോർമൽ ആണല്ലോ. അങ്ങനെ വരാൻ വഴിയില്ല, ഒന്നുകൂടെ നോക്കി. ഫസ്റ്റ് സൗണ്ട് നോർമൽ ഡോക്ടർ. സെക്കൻഡ് സൗണ്ട് ഓക്കേ. സെക്കൻഡ് സൗണ്ട് കഴിഞ്ഞിട്ട് ഒരു മെർമർ കേട്ടില്ലേ? മർമറോ? ഹാർട്ടിന്റെ ഈ മർമർ ഇതുവരെ കേട്ടിട്ടേ ഇല്ല? ഇല്ല. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതപ്പെട്ടതും വൈദ്യശാസ്ത്രത്തിന്റെ ആദ്യ പുസ്തകമായ അഷ്ടാംഗ ഹൃദയത്തിൽ വരെ ഈ മർമറിനെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അറിയില്ല? ഇല്ല. യു ഗോ ഔട്ട്. ഔട്ട്. ആദ്യമായി ആദം ഹൗവയെ കണ്ടുമുട്ടിയപ്പോൾ തുടങ്ങിയ മർമർ, the murmur of love. അറിയില്ല? ഡോക്ടർ, എന്താണ് മർമർ? അത് പോസ്റ്റ് ഗ്രാജുവേഷന് പഠിക്കാനുള്ളതാ. ഓ, You. സ്റ്റോപ്പ് സ്റ്റോപ്പ്. Yes. ഇപ്പോ മർമർ എങ്ങനെയുണ്ട്? കുറച്ച് ആശ്വാസമുണ്ട്. ഇത് വെറും മർമറല്ല, ഒരുതരം ഞരമ്പുവാതാ. ആർത്രൈറ്റിസ്, റൊമാൻറ്റിക് ആർത്രൈറ്റിസ്. ഈ രോഗത്തിനൊരു കുഴപ്പമുണ്ട്. ഇറ്റ്സ് കണ്ടേജിയസ്. ചികിത്സിക്കുന്ന ഡോക്ടറിനും കൂടി ഇത് പകരും. ഞാൻ ചികിത്സിക്കട്ടെ? ചികിത്സിച്ചോളൂ, പക്ഷെ ഒരു ഇന്റൻസീവ്, ഒരു ഇന്റിമേറ്റ് കെയർ വേണം. എങ്കിലേ അസുഖം ഭേദമാകൂ. ഫാദർ അറിഞ്ഞോ? എന്താ മോളെ? അവര് തമ്മിൽ ലൈനാ. ലൈനോ? ആ, സത്യം. ഡോക്ടർ അങ്കിളും ആന്റിയും ലൈനാ. ഇവിടെ എല്ലാവരും അറിഞ്ഞു. ലൈൻ എന്ന് പറഞ്ഞ എന്തുവാ? ഈ ഫാദറിന് ഒന്നും അറിയില്ല. ലൈൻ എന്ന് വെച്ചാ ഐ ലവ് യു എന്ന്. എടി താൻ തോന്നി കൊച്ചുവായി വലിയ വർത്താനം പറയുന്നു. ഇക്കണക്കിന് നീയൊക്കെ വളർന്നു വലുതായാൽ എന്തായിരിക്കും സ്ഥിതി? വരുന്നു. ഞാൻ പറഞ്ഞെന്താ പറയല്ലേ? പറയും. പറയല്ലേ എന്ന്? പറയും. ഗുഡ് മോർണിംഗ് ഫാദർ. ഗുഡ് മോർണിംഗ്. എന്താ രണ്ടുപേരും കൂടെ പിണങ്ങിയിരിക്കുകയാണോ? എങ്ങനെയുണ്ട് അച്ഛൻ? ഇങ്ങനെ ഒരു അസുഖം ഉണ്ടെന്ന് ഞാനിപ്പോഴാ അറിഞ്ഞത്. എന്താ ഫാദർ, വേദനയുണ്ടോ? വേദനയുണ്ട്, പക്ഷെ അതൊരു സുഖമുള്ള വേദനയാണ്. എന്താ അച്ഛൻ? ഇങ്ങോട്ട് മാറി നിൽക്ക്. ഇങ്ങോട്ട് മാറി നിൽക്കു കൊച്ചേ.
ഇനി എന്താ നിങ്ങളുടെ പരിപാടി? ഇത് പറയാനും കൂടെ ഞങ്ങൾ ഇങ്ങോട്ട് വന്ന്. നന്നായി മോളെ. 5-6 കൊല്ലമായിട്ട് ഞാൻ വിചാരിച്ചിട്ട് നടക്കാത്ത കാര്യം 4 മാസം കൊണ്ട് മോള് നേടിയെടുത്തല്ലോ. നന്നായി, മിടുക്കി. ഫാദർ വേണേ ഇത് നടത്തി തരാൻ. പിന്നെ അല്ലാതെ ആരാ നടത്തി തരേണ്ടത്? ആദ്യം നീ ധൈര്യമായിട്ട് പോയി പെണ്ണ് ചോദിക്ക. അതല്ലേ എന്റെ മര്യാദ. അല്ല, അച്ഛൻ എങ്ങനെ ഇത് അറിഞ്ഞത്? നിങ്ങൾ തമ്മില് ഞങ്ങള് തമ്മിൽ ലൈനാണെന്ന് പറഞ്ഞു. ലൈനാ? ആര് പറഞ്ഞു? ദേ ഇവള്, ഈ കാന്താരി. ഏയ്. നോക്കട്ടെ, ആണോ?